Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് boAt എന്ന് പറയുന്ന ബ്രാൻഡിന്റെ boAt എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. boAt ഒരു വളരെ പോപ്പുലർ ആയ ഇയർഫോൺ ബ്രാൻഡാണ്. അവരുടെ ഒരു പുതിയ വാച്ചാണ് boAt വാച്ച് പ്രീമിയ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ boAt ഇറക്കുന്ന ഒരു പ്രീമിയം സ്മാർട്ട് വാച്ച് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതിന്റെ വില 5499 രൂപ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം സെഗ്മെന്റ്, ബഡ്ജറ്റ് സെഗ്മെന്റ് വാച്ച് അല്ല, കുറച്ചും കൂടി ഒരു പ്രീമിയം സെഗ്മെന്റ് വാച്ചാണ്. 5499 രൂപയാണ്. രണ്ട് കളറാണ് അവൈലബിൾ ആവുന്നത്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ഈ ഡിവൈസിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ്, അതേപോലെ ഇത് എത്രത്തോളം നല്ലതാണ്, ക്വാളിറ്റി ട്രാക്കിങ്ങും അതേപോലെ നോട്ടിഫിക്കേഷനും ആപ്പ് സപ്പോർട്ടും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോക്സ് ഒന്ന് നോക്കാം. ബോക്സിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാച്ചിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വാച്ച് പ്രീമിയ എന്ന് എഴുതിയിട്ട് കാണാം. വാച്ചിൻ്റെ പടമുണ്ട്. ആക്ച്വലി ഒരു സർക്കുലർ ഡയലാണ്. പിന്നെ അതേപോലെ 3.53 സെൻറ്റിമീറ്റർ AMOLED ഡിസ്പ്ലേ, അതാണ് ഒരു ഇമ്പോർട്ടൻസ് സാധനം. പൊതുവേ ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിലൊക്കെ സ്റ്റാൻഡേർഡ് IPS LCD ഡിസ്പ്ലേ ആണ്. ഇവിടെ AMOLED ഡിസ്പ്ലേ എന്ന് വരുന്നത് 1.39 ഇഞ്ചസ് ആണ്. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ഇതാണ് രണ്ട് മെയിൻ ഫീച്ചർ എന്ന് പറയാവുന്നത്. പിന്നെ ഇതിനകത്ത് കോമ്പാറ്റബിലിറ്റി ഉണ്ടല്ലേ, iOS 13 ആൻഡ് എബവ്, ആൻഡ്രോയിഡ് 7 ആൻഡ് എബവ്, ഇതാണ് കോമ്പാറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ. പിന്നെ ഇവിടെ ക്ലൗഡ് വാച്ച് ഫേസസ് ഉണ്ട്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. വോയിസ് അസിസ്റ്റൻറ്റ് ഫീച്ചർ ഉണ്ട്, സ്ലീപ്പ്, അതേപോലെ ബ്ലഡ് ട്രാക്കിംഗ് ആൻഡ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതെല്ലാം സാധാരണ വാച്ചുകളിലും വരുന്നതാണ്. പിന്നെ കോൾ, ടെക്സ്റ്റ്, സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ, ക്യാമറ ആൻഡ് മ്യൂസിക് കൺട്രോൾ, ഡെയിലി ആക്ടിവിറ്റി ട്രാക്കർ വിത്ത് മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ് ഉണ്ട്, ഗൈഡഡ് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, അതേപോലെ IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസും ഇൻക്ലൂഡഡ് ആണ്. ബോക്സിനകത്ത് വരുന്നത് വാച്ച് പ്രീമിയ, ഒരു USB മാഗ്നറ്റിക് ചാർജിങ് കേബിൾ, 1 യൂസർ മാനുവലാണ് വരുന്നത്. 5 വോൾട്ട് 2 ആംപിയർ ആണ് ഇതിൻ്റെ ബാറ്ററി ചാർജിങ് സപ്പോർട്ട് വരുന്നത്. പിന്നെ വാറണ്ടി 1 ഇയർ വാറണ്ടിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വാച്ച്, boAt വാച്ച് പ്രീമിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആദ്യം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, കുറച്ച് നല്ല പ്രീമിയം ലുക്ക് ആൻഡ് ഫീലാണ് boAt കൊടുത്തിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് മെറ്റലാണ് വരുന്നത്. നമുക്കൊരു സ്റ്റീൽ ഫിനിഷാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജെനുവിൻ ലെതർ ആണോ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് മെൻഷനൊന്നുമില്ല, എങ്കിലും ഒരു നല്ലൊരു ഫിനിഷ് ഉണ്ട് സ്ട്രാപ്പിന്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ബക്കിളിനകത്തും boAt എന്നൊക്കെ എഴുതിയത് കാണാം. നല്ലൊരു ക്വാളിറ്റി സ്ട്രാപ്പാണ് വരുന്നത്, നല്ലൊരു സ്റ്റേർഡിനെസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ നമുക്ക് സെൻസേഴ്സ് ആണ് വരുന്നത്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, SpO2 ഒക്കെ സെൻസേഴ്സ് കാണാം. അതേപോലെ ഇവിടെ ചാർജിങ് പോർട്ട് കാണാം. ഒരു മാഗ്നറ്റിക് ലാച്ച് മെക്കാനിസം ആണ് ചാർജിങ് പോർട്ടിൽ. 2 ബട്ടൺസ് ഉണ്ട്. ഒരു ബട്ടൺ നമുക്ക് മെനു ആക്സസ് ചെയ്യാനാണ്, ഒരെണ്ണം സ്പോർട്സ് ആക്ടിവിറ്റീസ് ആക്സസ് ചെയ്യാനാണ്. അപ്പോൾ നല്ലൊരു ഡയലാണ്. ഡയലിന് ചുറ്റും നമുക്ക് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ടൈമിൻ്റെ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്റ്റൈലിഷ് ഇതിനു വേണ്ടി നമുക്ക് വാച്ച് ഫേസ് മാറ്റുമ്പോൾ ഉള്ളൊരു യൂസേജിന് വേണ്ടിയിട്ടാണ്. ഓവറോൾ നല്ലൊരു ഫിനിഷ് ഉണ്ട്, നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്. ഇത് AMOLED ഡിസ്പ്ലേ ആണ്. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. കാരണം വാച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എപ്പോഴും നമ്മുടെ ഡിസ്പ്ലേ ആണ്. കാരണം ചില IPS LCD വാച്ച് എല്ലാം പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതാവാറില്ല. കാരണം ചിലപ്പോൾ സൺലൈറ്റിലൊക്കെ നമ്മൾ വാച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ബ്രൈറ്റ് ആവാറില്ല, അല്ലെങ്കിൽ കളേഴ്സ് അത്ര വിവിഡ് ആവാറില്ല. ഇങ്ങനത്തെ പ്രോബ്ലംസ് സാധാരണ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിൽ വരാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി പ്രീമിയം ആയതുകൊണ്ട് തന്നെ boAt ഇതിൽ കൊടുത്തിരിക്കുന്നത് AMOLED ഡിസ്പ്ലേ ആണ്. നല്ലൊരു ക്വാളിറ്റി AMOLED ഡിസ്പ്ലേ ആണ്, നല്ല കളേഴ്സും അതേപോലെ നല്ല വൈബ്രൻസി ലെവൽസും ഉണ്ട്. നമുക്കിവിടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എത്ര വേണമെന്നുള്ളത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടച്ച് റെസ്പോൺസും ഡിസ്പ്ലേനകത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, വളരെ സ്മൂത്ത് ടച്ചാണ്. ഇനി ഇതിൻ്റെ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ നല്ലതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുൾ വൈബ്രൻറ്റ് ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് boAt ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സോഫ്റ്റ്വെയർ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് മെയിൻ മെനുവിലേക്ക് പോകാം. കണ്ടില്ലേ, ഇതാണ് മെയിൻ മെനു. നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ ആക്ടിവിറ്റീസ് ഇവിടെ കാണാം. നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ട്രെയിനിങ്, ട്രെഡ്മിൽ, ക്ലൈംബിംഗ്, സൈക്ലിംഗ്, യോഗ, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണം വർക്കൗട്ട് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വർക്കൗട്ട് ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങളൊരു നല്ലോണം വർക്കൗട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ നല്ല ഓപ്ഷൻസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടുന്നത്
ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ഹാർട്ട് റേറ്റ് ഒക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ സ്ട്രെസ് മോണിറ്ററിങ്, അത് ഓട്ടോമാറ്റിക്കലി ബേസ്ഡ് ഓൺ നമ്മുടെ യൂസേജും നമ്മുടെ ഹാർട്ട് റേറ്റും നമ്മുടെ ബ്ലഡ് ഓക്സിജൻ ലെവൽ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അത് സ്ട്രെസ് മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ സ്ലീപ്പ് ആക്ടിവിറ്റി, അതായത് നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി എന്നൊക്കെ ഉള്ളത് സ്ലീപ്പ് ആക്ടിവിറ്റി, നമ്മുടെ സ്ലീപ്പ് മോണിറ്ററിങ് നല്ലതാണോ, അതേപോലെ ആക്ടിവിറ്റി റെക്കോർഡ്സ് ഇവിടെ കാണാം. പിന്നെ നമുക്ക് ബ്ലഡ് ഓക്സിജൻ ലെവൽ നമുക്ക് SpO2 മെഷർമെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ നമുക്ക് അലാംസ് ഉണ്ട്, മ്യൂസിക് കൺട്രോൾ ഉണ്ട്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ക്യാമറ കൺട്രോൾ. പിന്നെ ക്യാമറ കൺട്രോൾ ഉണ്ട്, നമുക്ക് ഫോണിലെ ക്യാമറ റിമോട്ട്ലി ആക്സസ് ചെയ്യാം. ക്യാമറ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റിമോട്ട്ലി ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫൈൻഡ് മൈ ഫോണിൽ ഇപ്പോൾ ഞാൻ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാൻ എൻ്റെ ഫോണാണ് പഠിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് മൈ ഫോണിൽ നിങ്ങൾക്ക് അത് ഫോൺ എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ്, ഡു നോട്ട് ഡിസ്പ്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് ആക്ച്വലി കേട്ടോ. ഇത് ആക്ച്വലി ഒരുപാട് ബാറ്ററി കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇത് യൂസ് ചെയ്യാതെ ഇരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി ലൈഫ് കുറയും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ തന്നെ സിസ്റ്റം മെനുവിൽ വരുന്നത്. പിന്നെ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്, നമുക്ക് സിരിയോ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കോൾ ഫംഗ്ഷനാലിറ്റി, പിന്നെ ഷെഡ്യൂൾസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഈ ബട്ടൺ നമുക്ക് യൂസ് ചെയ്തിട്ട് വീണ്ടും ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. എല്ലാ ആക്ടിവിറ്റീസും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോഗിളിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് താഴെ നിന്ന് നോട്ടിഫിക്കേഷൻസ് കാണാം, കണ്ടില്ലേ, ഇത് നോട്ടിഫിക്കേഷൻസ് ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ സൈഡിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി കാണാം, വർക്കൗട്ട്, അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ട്രെസ്സ്, മ്യൂസിക് കൺട്രോൾ, പിന്നെ നമുക്ക് ഫോൺ ഡയൽ ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. അപ്പോൾ ഇത്രയാണ് കൺട്രോൾസ്. ഇനി ഇതിൻ്റെ ആക്യുറസി ലെവൽസ് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് കുഴപ്പമില്ലാത്ത ഒരു ആക്യുറസി ലെവൽസ് ആണെന്ന് പറയാം. ഒരു 100% ഒരിക്കലും നമുക്ക് കിട്ടില്ല, എങ്കിലും നമുക്ക് നല്ല ഒരു കുഴപ്പമില്ലാത്ത, ഫോർ എക്സാമ്പിൾ സ്റ്റെപ്സ് ട്രാക്കിംഗ് ഒക്കെ ഞാനിത് നോർമൽ രീതിയിൽ നമ്മൾ വേറെ സ്മാർട്ട് വാച്ചസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുണ്ടായി, കുറച്ചും കൂടെ പ്രീമിയം സ്മാർട്ട് വാച്ചായിട്ട് അത് കമ്പയറബിൾ ആണ്. അതേപോലെ ഞാൻ മാനുവലി സ്റ്റെപ്സ് ട്രാക്കിംഗ് കൗണ്ട് ചെയ്തിട്ട് ഇതിൽ നോക്കുമായിരുന്നു എത്ര ചേഞ്ച് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 90-95% എഫിഷ്യൻസി ഒക്കെ എനിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് SpO2 കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. 100% ആക്യുറസി ഒരിക്കലും ഇങ്ങനത്തെ സാധനത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊന്നും മെഡിക്കൽ ഗ്രേഡ് എക്യുപ്മെൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക, അത്യാവശ്യ സമയത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒരു റെഫറൻസ് വാല്യൂവിന് വേണ്ടി ഇത് എടുക്കാമെന്നല്ലാണ്ട് ഇതൊരിക്കലും ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. അതിപ്പോൾ ഈ വാച്ച് അല്ല, ഏത് വാച്ച് ആണെങ്കിലും ഇതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് അല്ലെങ്കിൽ SpO2 ഒക്കെ ഒരു എന്താ പറയുക മെഡിക്കൽ ഗ്രേഡ് എക്യുപ്മെൻറ്റ് വെച്ച് ചെക്ക് ചെയ്യാനായിരിക്കും നല്ലത്. എങ്കിലും നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനാലിറ്റി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ സ്ലീപ്പ് മോണിറ്ററിങ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, അത്യാവശ്യം നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഉറങ്ങിയ സമയം, അതേപോലെ എണീച്ചതും ഉറങ്ങിയ ടൈമും ഒക്കെ തന്നെ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് ഒരു 90-95% ആക്യുറസിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫോണിലെ കോളൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിക്കാം, കണ്ടോ. അപ്പോൾ ഫോണിൽ വരുമ്പോൾ തന്നെ എനിക്കിവിടെ വൈബ്രേഷനും വരും, അതേപോലെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, കോള് നമുക്ക് ഫോണിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂട്ടാക്കാം, ഡിസ്കണക്ട് ചെയ്യാം, സൗണ്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വോളിയം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്നൊരു നമ്പർ ഡയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് നമ്പർ കിട്ടും. ഡയലർ എടുക്കുക, ഡയലർ എടുത്തിട്ട് ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്നൊരു നമ്പർ വിളിച്ചേക്കാം, കസ്റ്റമർ കെയർ നമ്പർ വിളിക്കാം. पंजाबी विच जारी रखन लई 3 नप्पो बांग्ला जानते खोले 4 टिपो മലയാളത്തിൽ തുടരാനായി 5 അമർത്തുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ സൗണ്ട് പെർഫോമൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ഉണ്ട്, പക്ഷേ നമ്മൾ വളരെ ക്രൗഡഡ് കണ്ടീഷനിൽ നിൽക്കണം. അതായത് ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ്സിനകത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് വോയിസ് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ റൂമിനകത്തൊക്കെ സംസാരിക്കുമ്പോൾ അത്യാവശ്യം സ്പീക്കർ ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. അതേപോലെ നമുക്ക് മ്യൂസിക് കൺട്രോളും ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്പും കൂടെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ആപ്പും കൂടെ അവൈലബിൾ ആണ്. ആപ്പ് അതിൻ്റെ പേരാണ് ബോട്ട് ക്രസ്റ്റ് എന്നതിൻ്റെ ആപ്പിൻ്റെ പേര്. അപ്പോൾ ആപ്പും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ ക്വിക്കായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ആപ്പ്.
അപ്പോൾ ഹോമിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വാച്ചിൽ നിന്ന് സിങ്ക് ചെയ്ത ഡേറ്റയാണ് ഇവിടെ കാണുന്നത്. സ്റ്റെപ്സ് ട്രാക്കൺ, കാലറീസ് ബേൺഡ്, ഡിസ്റ്റൻസ്, ഹാർട്ട് റേറ്റ്, SpO2 ഉണ്ട്, എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി മെഷർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ലീപ്പ് ട്രാക്കിംഗ് കണ്ടില്ലേ, ഉറങ്ങിയ സമയം, എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ പ്രീമിയം ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ വാച്ച് ഫേസസ് ഉണ്ട്. ഒരുപാട് ക്ലൗഡ് വാച്ച് ഫേസസ് ഉണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റം വാച്ച് ഫേസ് ഉണ്ടാക്കുകയും ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് വെച്ച്. ആ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷനുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്. ഇതുണ്ടല്ലേ, ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾ ചെയ്യുക. പിന്നെ ഓട്ടോ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ അലാംസ്, സെഡൻറ്ററി റിമൈൻഡർ, ഇത് നല്ല ഫീച്ചറാണ്. കാരണം നമുക്ക് ഇടയ്ക്ക് നമ്മൾ ഒരുപാട് നേരം ഇരിക്കുകയാണെങ്കിൽ ഒന്ന് എണീച്ച് നടക്കാനൊക്കെ റിമൈൻഡ് ചെയ്യുന്ന ഒരു ഇതാണ് സെഡൻറ്ററി റിമൈൻഡർ. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ആഡ് ബഡ്ഡീസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ആപ്പ് കുഴപ്പമില്ലാത്തൊരു ആപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഫുൾ ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യണമെങ്കിൽ പ്രോബ്ലി 2 ദിവസമേ ബാറ്ററി ലൈഫ് കിട്ടുള്ളൂ. അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ 2 ദിവസമേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഓഫ് ചെയ്തിട്ട് അത്യാവശ്യം ബേസിക് കോൾസ് മാത്രം ഇതിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ് ടു 7 ഡേയ്സ് കിട്ടും. 7 ഡേയ്സ് കിട്ടിയില്ലെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ടെസ്റ്റിങ്ങിൽ അത്രയാണ് എനിക്ക് തോന്നിയത്. ഒരു 4 to 5 ഡേയ്സ് ഈസിലി കിട്ടും. അപ് ടു 7 ഡേയ്സ് ആണ് കമ്പനി പറയുന്നത്. പക്ഷേ ഈ ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്താൽ 2 ദിവസം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതായിരുന്നു ബോട്ട് വാച്ച് പ്രീമിയൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 വീക്കോളായി. എനിക്ക് കുഴപ്പമില്ലാത്തൊരു വാച്ചായിട്ടാണ് തോന്നിയത്. 2 നല്ല ആസ്പെക്റ്റ്. എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കുഴപ്പമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലും കൂടെ ഒന്ന് കെട്ടിയിട്ട് കാണിച്ചു തരാം. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, വെയ്ക്ക് ജസ്റ്റേഴ്സ് ഉണ്ട്. അത് കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് നമ്മൾ സമയം നോക്കാൻ വേണ്ടി കൈ ഇങ്ങനെ തിരിക്കുമ്പോൾ ഉള്ള ജസ്റ്റർ കുറച്ച് സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കയ്യിൽ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. കുറച്ചൊരു ലാഗ് ഉണ്ട് അവിടെ, ചെറിയൊരു ലാഗ്. ഇപ്പം ഞാനൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. കുറച്ചൊരു ലാഗ് എടുത്തിട്ടാണ് അത് ഓൺ ആവുന്നത് കണ്ടോ. ഒരു ടൈം ചെറിയൊരു ഡിലേ ഉണ്ട്, ഒരു 1 സെക്കൻഡ് ഡിലേ ഉണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ഇനി ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഇവിടെ കണ്ടിട്ടില്ലേ, നമുക്കിവിടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഇപ്പോൾ വർക്കിംഗ് ആണ്. നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ മെഷർ ചെയ്ത് ഹയസ്റ്റും ലോവസ്റ്റും എല്ലാം കാണാം. റെഗുലർ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റും അങ്ങനത്തെ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. 89 ആണ് ഇപ്പോഴത്തെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്. അതേപോലെ തന്നെ സ്ട്രെസ് ലെവലും SpO2 എല്ലാം തന്നെ നമുക്കിവിടെ മെഷർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് വാച്ച് ഇഷ്ടപ്പെട്ടു. 2-3 നല്ല കാര്യങ്ങളൊന്നും ഇതിൻ്റെ ലുക്സ് കൊള്ളാം, അതേപോലെ സ്ട്രാപ്പ് ക്വാളിറ്റിയും കൊള്ളാം. പിന്നെ ഡിസ്പ്ലേ അടിപൊളി ഡിസ്പ്ലേ എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കുഴപ്പമില്ല. ആക്യുറസി ലെവൽസിൽ സാറ്റിസ്ഫാക്ടറി ആണെന്ന് പറയാം. ഭയങ്കര ഒരു അടിപൊളി സെറ്റപ്പ് ആണെന്നും പറയുന്നില്ല, എനിക്ക് സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അപ്പോൾ ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു ബോട്ട് വാച്ച് പ്രീമിയൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇത് വാച്ച് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുക. 5499 രൂപയാണ്. ഈ വാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.